എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കിങ്ങും ആനയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കിങ്ങിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ആളൊന്ന് തിരിഞ്ഞു നോക്കും. ആളുടെ ടീംമേറ്റ്സ് എല്ലാം തന്നെ ഒരുപാട് അടിയൊക്കെ കിട്ടി ചോരയൊക്കെ തുളുമ്പി അങ്ങനെ വയ്യാ നിൽക്കുകയാണ്. പക്ഷെ വില്ലന്മാർക്ക് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. കിങ്ങാണെങ്കിൽ വീണ്ടും അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു സാമുറായും ഇവിടെ ഇല്ല. വെറുതെ എന്തിനാ പരസ്പരം ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആളുകളെ നഷ്ടപ്പെടുത്തി പരുക്ക് പറ്റിച്ച് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന മെയിൻ വില്ലൻ അവനാണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, ഞങ്ങൾക്ക് ആ സാമുറായി അവനെ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും ഞങ്ങൾ ഇടിച്ചു നിരത്തും. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ അവനെ എത്രയും വേഗം നിങ്ങൾ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് വീണ്ടും അവർ ഫൈറ്റിന് മുൻപോട്ടേക്ക് കുതിക്കും. ആണെങ്കിൽ ആളുടെ ഭാഗത്തുള്ള എല്ലാവരെയും തടഞ്ഞു നിർത്തി ആളുടെ സ്ക്വാഡുമായിട്ട് ഇപ്പൊ ആ വില്ലന്മാരുടെ അടുത്തേക്ക് നടന്നെടുക്കും. ഇങ്ങാണെങ്കിൽ ആളുടെ അരയിലിരുന്ന വാള് അതെടുത്ത് നിലത്തേക്കിടും. അതിനുശേഷം അവരോട് കെഞ്ചി പറയും, പ്ലീസ് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഈ ഐലാൻഡിന്റെ മുക്കിലും മൂലയിലും പരിശോധിക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അവരെ കൊണ്ടുപോവാം. അതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ അവരെ മാത്രം നിങ്ങൾ ഉപദ്രവിക്കരുത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. അത് നിങ്ങൾ തല്ലിക്കെടുത്തരുത്. അത് കേട്ട ആന അത് ഫുൾ കലിപ്പില് ഇപ്പൊ കിങ്ങിനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവിടെ മുഴുവൻ ഒക്കെ അങ്ങനെ സ്പ്രെഡ് ആവും. എല്ലാവരും ഷോക്കായിട്ട് കിങ്ങിനെ തന്നെ നോക്കും. കിങ്ങിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആള് സ്ട്രോങ് ആയിട്ട് എന്തോ ഒന്നില് അങ്ങനെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരും. ഞങ്ങളുടെ കിങ്ങിനെ നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാനാവില്ല. നിങ്ങളുടെ ആനയെ കഴിഞ്ഞും പവർ ഞങ്ങളുടെ കിങ്ങിനാണ്. അത് കേട്ട് ആ വില്ലന്മാർക്കും ഒട്ടും ഇഷ്ടാവില്ല. അവരും ഇപ്പൊ മുൻപോട്ടേക്ക് കയറി വന്ന് നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ രണ്ട് ടീമും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ തർക്കം അതങ്ങനെ കൂടി കൂടി വരും. ആട്ടിൻതലേനാണെങ്കിൽ വിളിച്ചു പറയും, ഞങ്ങളുടെ കിങ് അദ്ദേഹം ന്യൂ വേൾഡിലെ പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ബൗണ്ടി അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. 1 മില്യൺ ആണ് അദ്ദേഹത്തിന്റെ ബൗണ്ടി. അത് കേട്ട് ഉള്ളവരെല്ലാവരും തന്നെ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇത്രയും ബൗണ്ടി ഉള്ള ഒരാളെ കുറിച്ച് അവർ ഇതുവരെ കേട്ടിട്ടില്ല. കിങ്ങിനാണെങ്കിൽ ഇപ്പൊ 100% ബോധ്യപ്പെടും അവരുടെ സൈഡ് അത് വീക്കാണ്, അവര് തോൽക്കുമെന്ന്. സോ ആളുടെ കണ്ണൊക്കെ കലങ്ങി അവരുടെ മുൻപിൽ താണ് വീണ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്ക്. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ആരുമില്ല. അതിനവര് പറയും, അത് ഞങ്ങളുടെ കുറ്റമല്ല. അവനിവിടെ ഇല്ല എങ്കിൽ നിങ്ങളായിരുന്നു, അത് നിങ്ങളുടെ തെറ്റാണ്. അവനിവിടെ പിടിച്ചു വെക്കേണ്ടത് അത് നിങ്ങളുടെ കടമയായിരുന്നു എന്ന് പറഞ്ഞ് ലോകത്തില്ലാത്ത ഒരു ന്യായം അത് അവരോട് പറഞ്ഞ് ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് വീണ്ടും നടന്നടുക്കും. ഇങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും അവർക്ക് വലിയൊരു ഫൈറ്റിനെ നേരിടേണ്ടി വരുമെന്ന്. ഒരുപാട് പേരുടെ ജീവനും സ്വത്തും ഒക്കെ തന്നെ വൈകാതെ നശിക്കാൻ പോവാണെന്ന്. അങ്ങനെ എല്ലാം നേരിടാൻ തയ്യാറായി അവരങ്ങനെ നിൽക്കും. ഞങ്ങൾ ഈ ഐലാൻഡ് മുഴുവനായിട്ടും ഇടിച്ച് തരിപ്പണമാക്കി അവൻ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇവിടുന്ന് കടന്നു പോകും. ഐലാൻഡ് തകർക്കണ്ട എങ്കിൽ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. കിങ് ആണെങ്കിൽ ആളുടെ ആൾക്കാരോട് തീർത്തു പറയും, ഉറപ്പായാലും ഈ ഒരു അറ്റാക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. സോ പറ്റുന്നവരൊക്കെ ഐലാൻഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുക, അല്ലാതെ നമുക്ക് മുൻപിൽ വേറെ വഴിയില്ല. അടുത്ത നിമിഷം വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയേടിയ ബഹളം. ഫൈറ്റ് ആണെങ്കിൽ മുൻപോട്ട് പോകുന്തോറും കിങ്ങിന്റെ ഐലാൻഡും ജനങ്ങളും എല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് യാതൊരു ഇമ്പാക്റ്റും സംഭവിക്കില്ല. കിങ്ങാണെങ്കിൽ അവരുടെ മെയിൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ആ ആനെ അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കും. ആളുടെ സ്ക്വാഡില് ഒരുപാട് പവർ കൊടുത്ത് അതിന്റെ തലയിൽ തന്നെ ആഞ്ഞൊരു വെട്ട്. ആ ഒരു വെട്ട് കിട്ടേണ്ട താമസം അതങ്ങനെ ചെരിഞ്ഞ് താഴേക്ക് വീഴും. കിങ്ങിന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം. പക്ഷെ കിങ്ങിന് നന്നായിട്ട് അറിയാം ആളുടെ ഈ പവർ കൊണ്ടൊന്നും അതിനെ തകർക്കാനാവില്ല എന്ന്. അടുത്ത നിമിഷം അത് പഴയതിനെ കഴിഞ്ഞ് ഉഷാറായിട്ട് കിങ്ങിന്റെ നേർക്ക് വരും. ആനയാണെങ്കിൽ ഇപ്പൊ മുൻപോട്ടേക്ക് ഓടി വരും. അത് കണ്ട കിങ് വീണ്ടും ഡബിൾ ഫോഴ്സിൽ അതിന്റെ നെറ്റിയിലേക്ക് തന്നെ അവരങ്ങനെ ആഞ്ഞട്ടിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിൽ വാണ്ട. അവളാണെങ്കിൽ കിങ്ങിന്റെ യഥാർത്ഥ പവറും ആളുടെ ബൗണ്ടിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയാണ്. ലൂഫിക്കാണെങ്കിൽ ആ കിങ്ങിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആൾക്ക് നല്ല പവർ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ഇതുപോലെ കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു ലോലനായിരിക്കും കിങ്ങെന്ന് അവൻ കരുതിയതേ ഇല്ല. ലൂഫി ആണെങ്കിൽ ആ കിങ്ങിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ടാങ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് ആനയെ കുറിച്ച് ആലോചിക്കും. ആനയ്ക്ക് അപ്പൊ എന്തോരം ബൗണ്ടി ഉണ്ടാവും, അതിന്റെ പവർ അത് ശരിക്കും അൺബീറ്റബിൾ ആയിരിക്കും എന്ന് പറയും. ഉടനെ ലൂഫി ആണെങ്കിൽ അവന്റെ കൈയൊക്കെ ചുരുട്ടി ഇടിച്ച് ഉറപ്പായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് അങ്ങനെ തറപ്പിച്ചു പറയും. ആണ്ടയാണെങ്കിൽ വീണ്ടും
ഇപ്പോ ആ ഒരു ഫൈറ്റിനെ കുറിച്ച് ഓർത്ത് അങ്ങനെ പേടിക്കുകയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ആളുടെ ഫുൾ പവർ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്തിട്ടും അത് വീണ്ടും വീണ്ടും നല്ല ഫോഴ്സിൽ തിരികെ ആ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മാത്രമല്ല ഓരോ തവണ കഴിയുമ്പോഴും അതിന്റെ പവർ അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. ബാക്കിയുള്ള വില്ലന്മാരും ജയന്റ് മോൺസ്റ്റേഴ്സും അവരെല്ലാവരും ജനങ്ങളെ അറ്റാക്ക് ചെയ്തും കടിച്ചു കൊന്നും അങ്ങനെ ആ ഒരു പട്ടണം മുഴുവൻ തകർത്തു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അവന്റെ അസിസ്റ്റൻസും അവരാണെങ്കിൽ വമ്പൻ ഡയലോഗ് അടിക്കുക എന്നല്ലാതെ മറ്റൊന്നും അവരെ കൊണ്ട് ചെയ്യാനാവില്ല. അപ്പോഴാണെങ്കിൽ അവരുടെ ഐലാൻഡ് അതങ്ങനെ കിടുങ്ങി വരയ്ക്കാനായിട്ട് തുടങ്ങും. മറ്റൊന്നുമല്ല, ആ ആന അത് വെള്ളം ചീറ്റാൻ പോവാണ്. ആരും പിടികിട്ടിയ കിങ്ങും ഐലാൻഡിലുള്ള ജനങ്ങളും അവരെല്ലാവരും സേഫായ ഭാഗത്തേക്ക് അങ്ങനെ ഞൊടിയടയിൽ തെന്നി മാറും. പക്ഷെ എന്താ, അതിനെക്കുറിച്ച് ഒരറിവും ഇല്ലായിരുന്ന ആ വില്ലന്മാരെല്ലാവരും അതിൽ പെട്ടുപോവാണ്. അവസാനമായിട്ട് ആരൊക്കെ ഒഴുകിപ്പോയിട്ടും ആന അതുമാത്രം ഫുൾ പവറിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അതിന്റെ വെയിറ്റ് അത് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം വന്ന് അടിച്ചിട്ടും ആ ഒരു ഫോഴ്സിൽ അത് തെറിച്ചു പോവില്ല. അതിൽ ചില വില്ലന്മാരാണെങ്കിൽ മുതലയുടെ മുകളിലുണ്ടായിരുന്ന ആൾക്കാരെ അവരെ വെട്ടി താഴെയിട്ട് ഇപ്പൊ അതിന്റെ മുകളിലേക്ക് കയറും. പക്ഷെ ജനങ്ങള് അവര് തന്ത്രപരമായി ആ വില്ലന്മാരെ താഴേക്ക് തള്ളിയിട്ട് അതിന്റെ മുകളിൽ തന്നെ നിലയുറപ്പിക്കും. ബാക്കിയുള്ളവര് അവർക്കറിയാവുന്ന സേഫ് ആയിട്ടുള്ള ഓരോ ഭാഗത്തേക്കും പോയി അങ്ങനെ ഒളിച്ചിരിക്കും. അല്പസമയം കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം അതെല്ലാം തന്നെ ഡ്രെയിനായിട്ട് പോവാണ്. അപ്പോഴായിരിക്കും അവരെല്ലാവരും സമയം ശ്രദ്ധിക്കുക. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണി ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് ആ ഒരു കൺട്രി അത് സേഫായിട്ട് നോക്കേണ്ടതും ചുമതല ഏറ്റെടുക്കേണ്ടതും നമ്പർ 2 കിങ് ക്യാറ്റാണ്. അതിന്റെ മ്യാവു സൗണ്ട് അതവിടെ മുഴുവൻ മുഴങ്ങും. ആളുടെ ശബ്ദം കേൾക്കേണ്ട താമസം നമ്മുടെ കിങ് ആള് പറയും, ഓക്കെ നമ്മുടെ ടൈം അത് അവസാനിച്ച് കഴിഞ്ഞു. ആളിപ്പോ ആളുടെ അസിസ്റ്റൻസിനെ എല്ലാം തന്നെ ആളുടെ അടുത്തേക്ക് വിളിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം ആ വില്ലന്മാരോട് പറയും, എന്റെ സമയം അത് അവസാനിച്ചിരിക്കുകയാണ്. സോ ഞാനും എന്റെ ആൾക്കാരും നിങ്ങളോട് ഇനി ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ കഴിഞ്ഞ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ അവനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് ആളങ്ങനെ ഇൻവിസിബിൾ ആയി പോവാണ്. അടുത്ത നിമിഷം നമ്മുടെ സെക്കൻഡ് ക്യാറ്റ് കിങ് ആളങ്ങനെ പാഞ്ഞു വരികയാണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വന്ന് ഞങ്ങളെ തന്നെ തകർക്കാൻ നോക്കും ചോദിച്ച് അവനാണെങ്കിൽ ആനയുടെ തുമ്പിക്കൈയിൽ അങ്ങനെ കടിച്ചു പറിക്കും. ആനയാണെങ്കിൽ ആളെ എടുത്തെറിയാൻ ശ്രമിക്കുമ്പോഴേക്കും സെക്കൻഡ് കിങ് ആളുടെ ഫുൾ സ്ട്രെങ്തില് ആനയെ തന്നെ തൂക്കിയെടുത്ത് നിലത്തൊരു ഒറ്റയാട്ടി. അതുകൊണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായി ദൂരേക്ക് ഓടി മാറുകയാണ്. നമ്മുടെ സെക്കൻഡ് കിങ് പൂച്ച ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു സാമുറായിയെയും കയറ്റാറില്ല. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ അവര് ജീവനോടുകൂടെ ഇവിടുന്ന് കടന്നു പോവില്ല. അടുത്ത നിമിഷം ആ ആന അതിപ്പോ ഒരു ജയന്റ് മനുഷ്യനായിട്ട് മാറും. ക്യാറ്റ് കിങ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവനെ കണ്ടുപിടിക്കും. ഓ, നീ ആ എലിഫന്റ് ഡെവിൾ ഫ്രൂട്ട് അത് കഴിച്ച ആളാണല്ലേ, എനിക്ക് നിന്നെ കറക്റ്റായിട്ട് മനസ്സിലായി. ആ ജയന്റ് മാൻ ആണെങ്കിൽ ഇപ്പൊ വലിയ 2 വളഞ്ഞ കത്തി അതങ്ങനെ പുറത്തേക്കെടുക്കും. നീ എന്ത് കരുതി നിന്റെ പവർ കണ്ട് ഞങ്ങൾ പേടിച്ചോടുവന്നോ? എന്നെ കഴിഞ്ഞും പവറും ആൾബലവും കൂടുതൽ ഞങ്ങളുടെ അടുത്താണ്. സോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജയിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് വരും. അടുത്ത നിമിഷം നമ്മുടെ പെപ്പോ കരടിയും അവന്റെ ടീമും അവരും അവിടേക്ക് വന്ന് 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഒരു ഞാട്ടേടി ബഹളം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.